നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കണ്ണൂർ സ്പെഷ്യൽ കിണ്ണത്തപ്പമാണ്. കണ്ണൂരിന് പുറത്ത് കിണ്ണത്തപ്പം വേറെ സാധനമാണ്. ഇത് ഹലുവ പോലെയുള്ള ഒരു പലഹാരമാണ്. കാഴ്ചയ്ക്കും നിർമ്മാണ പ്രക്രിയയിലും ഏതാണ്ട് സമമാണ്, പക്ഷേ രുചി നല്ല വ്യത്യാസമാണ്. ഇപ്പോൾ തുടങ്ങാം. ആദ്യം 1 കപ്പ് പച്ചരി 2 മണിക്കൂർ കുതിർത്ത് നേർമയായി പൊടിച്ച് അരിച്ച് എടുക്കുക. കാൽ കപ്പ് കടലപ്പരിപ്പ് കുതിരാൻ ഇടുക. തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കുക. 3 കപ്പ് രണ്ടാം പാലും 1.5 കപ്പ് ഒന്നാം പാലും എടുക്കുക. ഇത്രയുമാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിനിടയ്ക്കൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ രുചികൾ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ബ്ലോഗിൻ്റെ ഭാഗമാണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഷെയറും നിങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. ഇനി ചെയ്യേണ്ടത് ശർക്കര ഉരുക്കുക എന്നാണ്. 1.5 കപ്പ് ശർക്കരയാണ് എടുക്കുന്നത്. അതിൽ 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഉരുക്കുക. ഇനി അരിച്ചെടുത്ത് മാലിന്യങ്ങൾ നീക്കി വയ്ക്കുക. ഇനി അരിപ്പൊടി ചെറുതീയിൽ ഒന്ന് വറുത്തെടുക്കണം. പാകമായാൽ അതിലേക്ക് രണ്ടാം പാൽ കുറേശ്ശെ ഒഴിച്ച് ചേർക്കുക. കട്ട കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ശർക്കരപ്പാനി ചേർക്കുക. തുടർച്ചയായി ഇളക്കി കൊടുക്കുക. അഥവാ കട്ടകൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് ഉടച്ചു കൊടുത്താൽ മതി. ഇത് കുറുക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അതിനു മുന്നേ കട്ടകൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ മിശ്രിതം കുഴമ്പൊരു പരുവത്തിൽ എത്തിച്ചേരും. ആ സമയം നിങ്ങൾ കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കും. കൂടാതെ കടലപ്പരിപ്പും ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. കുഴമ്പ് പരുവത്തിലെത്തിയാൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം.
കൂടാതെ നെയ്യ് പലപ്പോഴായി ഇടയ്ക്കിടയ്ക്ക് ചേർത്തുകൊണ്ടേയിരിക്കണം. 3 കപ്പ് നെയ്യാണ് ചേർക്കുന്നത്. ഇനി ഇത് കുറേശ്ശെ കട്ടിയായി വരുന്നത് കാണാം. അവസാനം നെയ്യ് വിട്ട് വരുമ്പോൾ ഇത് പാകമായി എന്ന് ഉറപ്പിക്കാം. ഇനി ഈ മിശ്രണം ചൂടോടെ തന്നെ നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റാം. അത് പാത്രത്തിലിരുന്ന് കുറച്ച് പാത്രത്തിന്റെ ആകൃതിയിൽ കിട്ടുന്നവരെ കാത്തിരിക്കുക. മിനിമം 4 മണിക്കൂറാണ് ഈ രംഗത്തെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന സമയം. അതിനുശേഷം പാത്രത്തിൽ നിന്ന് അടർത്തി മാറ്റി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഞെക്കുക. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.